ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 11ാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ വർക്ക്ഷീറ്റ് നോക്കാം. ഉത്സവ ചന്ത കണ്ടില്ലേ? ഉത്സവത്തിന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അല്ലേ? ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട് അല്ലേ? അതിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്, പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൺകുട്ടികളുടെ എണ്ണം, അതുപോലെ തന്നെ പെൺകുട്ടികളുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണം, പുരുഷന്മാരുടെ എണ്ണം എണ്ണി നോക്കി എഴുതാം നമുക്ക്. ആൺകുട്ടികൾ 2, പെൺകുട്ടികൾ 3, സ്ത്രീകൾ 5, പുരുഷന്മാർ 3. ആരാണ് കൂടുതൽ? ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? പെൺകുട്ടികളാണ് അല്ലേ? എത്രയാണ് കൂടുതൽ? 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ് ഉള്ളത്. അപ്പോൾ ഒരു പെൺകുട്ടിയാണ് കൂടുതൽ. പുരുഷന്മാരെക്കാൾ എത്ര കൂടുതൽ സ്ത്രീകളുണ്ട്? സ്ത്രീകൾ 5ഉം പുരുഷന്മാർ 3ഉമാണ്. അപ്പോൾ 5 കുറയ്ക്കണം 3, 2 സ്ത്രീകൾ കൂടുതലുണ്ട്. അടുത്തത് ബലൂണുകൾ എണ്ണി നോക്കാനാണ്. കണ്ടില്ലേ? ബലൂൺ വിൽപ്പനക്കാരാണ്. അവരുടെ കയ്യിൽ ഒരുപാട് ബലൂണുകളുണ്ട്. നമ്മളോട് എണ്ണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കളറിലുള്ള ബലൂണുകൾ എത്രയുണ്ട് എന്ന് എണ്ണി നോക്കണം. ഞാനിവിടെ ബലൂണുകളുടെ എണ്ണം കൊടുക്കുന്നില്ല, കാരണം കുറേ കൂട്ടുകാരുടെ ബുക്കിൽ അതിൻ്റെ കളർ ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളൊരു ക്ലാസ്സിൽ വെച്ച് ചെയ്യണം. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് മഞ്ഞ, നീല, പച്ച ബലൂണുകളാണ്. ഇനി ഇതിൽ നിന്ന് 2 ചോദ്യം തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത്, എത്ര നീല ബലൂണുകളുണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഏത് നിറത്തിലാണ് ഏറ്റവും കുറഞ്ഞ ബലൂണുകൾ ഉള്ളത്? ഇനി രാത്രിയിൽ ഉത്സവപ്പറമ്പിലെ കാഴ്ചകളാണ്. കണ്ടില്ലേ? ഒരുപാട് ലൈറ്റ്സുകളുണ്ട്. ഏതൊക്കെ നിറത്തിലുള്ളതാണ്? നീല, പച്ച, മഞ്ഞ, ചുവപ്പ്. ഓരോന്നും എത്ര വീതമുണ്ട് എന്ന് എണ്ണി എഴുതണം. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. നീല 5, പച്ച 3, മഞ്ഞ 2, ചുവപ്പ് 1. ഇനി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഏറ്റവും കുറഞ്ഞ എണ്ണം ഏത് നിറത്തിലുള്ള ലൈറ്റുകളാണ്? ചുവപ്പാണ് അല്ലേ? ഒരെണ്ണം. ഈ നിറത്തിൽ എത്ര എണ്ണമുണ്ട്? ഒരെണ്ണമാണ് ഉള്ളത്. മഞ്ഞ നിറത്തേക്കാൾ കൂടുതൽ ഉള്ളത് ഏത് നിറത്തിലുള്ള ലൈറ്റുകളാണ്? മഞ്ഞ നിറം 2 എണ്ണമാണ് ഉള്ളത്. അതിനേക്കാൾ കൂടുതലുള്ളത് പച്ച, നീല. അവയുടെ എണ്ണം എത്രയാണ്? 3, 5. 3 പച്ചയും 5 നീലയും. അടുത്തത് പ്രിയപ്പെട്ട നിറം. നിങ്ങളുടെ ഓരോ കൂട്ടുകാരനും ഏത് നിറത്തിലുള്ള ബലൂണുകളാണ് ഇഷ്ടപ്പെടുന്നത്? അവരോട് ചോദിക്കുക. ആ നിറങ്ങളിലുള്ള ബലൂണുകൾ വരയ്ക്കുകയും ആ നിറം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുടെ എണ്ണം എഴുതുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കുക ഏത് നിറത്തിലുള്ള ബലൂണുകളാണ് ഇഷ്ടമെന്ന്. അപ്പോൾ കുറേ കൂട്ടുകാരുണ്ടാവും അല്ലേ? അപ്പോൾ ഓരോ നിറത്തിലുള്ള ബലൂണും ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം അതിന് നേരെ എഴുതണം. നമുക്ക് എഴുതി നോക്കാം. കണ്ടില്ലേ? ചുവപ്പ് 6 പേർക്ക്, കറുപ്പ് 3 പേർക്ക്, മഞ്ഞ 5 പേർക്ക്, വയലറ്റ് 8 പേർക്ക്, പിങ്ക് 7 പേർക്കുമാണ് ഇഷ്ടപ്പെട്ടത്. നമുക്ക് പട്ടിക നോക്കാം. മുൻപത്തെ പേജിലെ പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താനാകും? അവ താഴെ എഴുതുക. നമ്മളിപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ബലൂണുകളും അവയുടെ നിറവും എണ്ണവും ഒക്കെ എഴുതി അല്ലേ? ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടെത്താനായി എന്നത് താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 കുട്ടികൾക്ക് ചുവപ്പ് നിറം ഇഷ്ടമാണ്. അതുപോലെ തന്നെ 3 കുട്ടികൾക്ക് കറുപ്പ് നിറം ഇഷ്ടമാണ്. 5 കുട്ടികൾക്ക് മഞ്ഞ നിറം ഇഷ്ടമാണ്. 8 കുട്ടികൾക്ക് വയലറ്റ് നിറം ഇഷ്ടമാണ്. 7 കുട്ടികൾക്ക് പിങ്ക് നിറം ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നിറം വയലറ്റ് ആണ്, 8 പേർക്ക്. അടുത്തത് ഏറ്റവും കുറഞ്ഞ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നിറം കറുപ്പാണ്, 3 പേർക്കാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് വർക്ക്ഷീറ്റുകൾ കൂടി നോക്കാം. ആദ്യത്തേത്, ഈ തന്നിരിക്കുന്ന ബലൂണിൽ എത്ര പച്ച ബലൂണുകളും നീല ബലൂണുകളും ഉണ്ട് എന്ന് എണ്ണി എഴുതുക.
അടുത്തത് ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര മൃഗങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെയും നേരെ അവയുടെ എണ്ണം എഴുതി ചേർക്കുക. ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഓരോന്നും എണ്ണി നോക്കി താഴെ തന്നിരിക്കുന്ന അക്കങ്ങളിൽ ടിക്കടയാളമിടുക. ശരിയായതിന് ഇതും അതുപോലെ തന്നെയാണ്. ഇനി ബലൂണുകൾ എണ്ണി നോക്കി അവയുടെ എണ്ണം എഴുതുക. ഇനി ഓരോ കേക്കിൻ്റെയും ചിത്രം എണ്ണി നോക്കി എഴുതുക. ഇതും അതുപോലെ തന്നെയാണ്. കണ്ടില്ലേ, ഓരോ പഴങ്ങളുടെയും എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് എണ്ണി നോക്കണം. ഇനി ഈ മൃഗങ്ങളാണ് എണ്ണി നോക്കേണ്ടത്. അവയുടെ എണ്ണം ഇവിടെ എഴുതി ചേർക്കണം. കണ്ടില്ലേ, ഇതും അതുപോലൊരു വർക്ക്ഷീറ്റ് തന്നെയാണ്. അടുത്തത് ഈ വാഹനത്തിൽ കയറ്റിയിരിക്കുന്ന ചരക്കുകൾ എത്രയുണ്ട് എന്ന് എണ്ണി നോക്കി താഴെ തന്നിരിക്കുന്ന ബോക്സിൽ ടിക്കടയാളം ഇടണം. ഇത് തന്നിരിക്കുന്ന പഴങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് എണ്ണി നോക്കി അടുത്ത പേജിൽ അതിന് ഉത്തരം എഴുതണം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓരോന്നിൻ്റെയും എണ്ണം എഴുതണം. ഓറഞ്ച്, ആപ്പിൾ, സ്ട്രോബെറി, പിയർ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ആപ്പിൾ ആണോ പിയർ ആണോ, അതുപോലെ തന്നെ ഏത് പഴമാണ് 8 എണ്ണം ഉള്ളത്, അതിൻ്റെ പേരെഴുതണം. കൊട്ടയിലുള്ള ആകെ പഴങ്ങളുടെ എണ്ണം എത്രയാണ്, ഇതൊക്കെയാണ് എഴുതി ചേർക്കേണ്ടത്. ഈ തന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഓരോന്നും എണ്ണി നോക്കണം. പട്ടി, ആമ, തത്ത, മത്സ്യം. ഓരോന്നും എത്ര വീതമുണ്ട് എന്ന് എഴുതണം. പട്ടി എത്ര, തത്ത, ആമ, മത്സ്യം ഇതെല്ലാം. അടുത്തത് ആമകളാണോ പട്ടികളാണോ കൂടുതലുള്ളത്? രണ്ടാമത്തേത് ഏത് വളർത്തുമൃഗത്തിൻ്റെ എണ്ണമാണ് 6? അടുത്ത ചോദ്യം കടയിലുള്ള ആകെ വളർത്തു മൃഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഇനി ഈ ചിത്രം നോക്കൂ. ഇതിൽ പൂമ്പാറ്റയുണ്ട്, അതുപോലെ തന്നെ കൂണുണ്ട്, ഒരു പൂവുണ്ട്, പുഴുവുണ്ട്, ഉറുമ്പുണ്ട്. കണ്ടില്ലേ? അവയുടെ എണ്ണം എത്രയാണ് എന്ന് എണ്ണി നോക്കിയതിന് ശേഷം അതിൻ്റെ എണ്ണത്തിൻ്റെ അത്ര കളർ കൊടുക്കണം. ആദ്യത്തേത് നോക്കൂ, ഉറുമ്പ് 3 ആണെങ്കിൽ 3 വരെ കളർ കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്യണം. ഈ വർക്ക്ഷീറ്റിൽ തന്നിരിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ചെയ്തു പോകണം. കണ്ടില്ലേ, 4 കൂട്ടണം 2, അതിൻ്റെ ഉത്തരം ആ ഒഴിഞ്ഞ കോളത്തിൽ എഴുതണം. ഇനി 5 വീണ്ടും കൂട്ടണം, അത് കിട്ടുന്ന ഉത്തരം അടുത്ത കോളത്തിൽ. പിന്നെ 3 അതിൽ നിന്നും കുറയ്ക്കണം, ആ കിട്ടുന്ന ഉത്തരം ഈ കോളത്തിൽ എഴുതണം. പിന്നെ 2 കൂട്ടണം, ആ കിട്ടുന്ന ഉത്തരം ഈ കാണിക്കുന്ന കോളത്തിലാണ് എഴുതേണ്ടത്. അതിൽ നിന്നും 4 കുറയ്ക്കണം. അങ്ങനെ അവസാനം 3 എത്തുന്നത് വരെ ചെയ്യണം. ഈ വർക്ക്ഷീറ്റിൽ പറയുന്നത് തന്നിരിക്കുന്ന ആ സംഖ്യകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ്. അടുത്തത് തണ്ണീർമത്തനുള്ളിൽ തന്നിരിക്കുന്ന ഈ കുരുക്കൾ എത്രയുണ്ട് എന്ന് എണ്ണി നോക്കി വലിയ കഷ്ണത്തിൽ അത് വരച്ചു ചേർക്കണം. കണ്ടില്ലേ, ഇതിലാണ് വരയ്ക്കേണ്ടത്. ഇനി ഇതിൽ ചെയ്യേണ്ടത് ഇരട്ട സംഖ്യകൾ എഴുതി ചേർക്കാനാണ്. തന്നിരിക്കുന്ന ഐസ് കളറിനനുസരിച്ച് ഓരോന്നും എത്രയുണ്ട് എന്ന് എഴുതുക. അതുപോലെ തന്നെ ഈ നീരാളിയുടെ കൈകളിലുള്ള കുത്തുകൾ എത്രയുണ്ട് എന്ന് എഴുതുക. ഇനി ഈ ലേഡി ബഗിൻ്റെ മുകളിൽ തന്നിരിക്കുന്ന കറുപ്പ് കുത്തുകൾ എത്രയാണ് എന്ന് എണ്ണി നോക്കണം. എന്നിട്ട് താഴെ തന്നിരിക്കുന്ന അക്കത്തിൽ ടിക്ക് മാർക്ക് ഇടണം. ഇതും അതുപോലെ തന്നെയാണ്. ശരിയായി എണ്ണി ടിക്ക് മാർക്ക് ഇടണം. ഈ തന്നിരിക്കുന്നത് കുറച്ച് അക്കങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അടുത്തുള്ള ലേഡി ബഗിന് മുകളിൽ ആ സംഖ്യകൾ കറുത്ത ഡോട്ടുകളായി കുത്തുകളായി നമ്മൾ വരച്ച് ചേർക്കണം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു നോക്കണം. അതിനു പുറമെ മറ്റ് വർക്ക്ഷീറ്റുകളും ചെയ്യണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്